പണി കൊടുക്കാൻ നോക്കി തിരിച്ചു പണിയിട്ട് ഇന്ന് പൂ പറിക്കൽ നമ്മളവിടെ ഞാൻ അവളോട് പൂ പറിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവൾ നൈസായിട്ട് ആ പണി എനിക്ക് തിരിച്ചങ്ങ് വെച്ചത്. ഞാൻ പോയി പൂ പറിച്ചിട്ട് വരാം. നോക്കട്ടെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നാണ് പോകുന്നത്, വണ്ടി ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഈ പരിസരത്ത് തന്നെ പറിക്കാനുള്ള പ്ലാനിൽ എത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് തന്ന പണി നല്ല അന്തസ്സായിട്ട് ഞാൻ തിരിച്ചങ്ങ് കൊടുത്തു. വേറെ ഒന്നുമില്ല, പൂ തന്നെ പോയി പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇനി മുതൽ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ എവിടുന്ന് എങ്ങനെയെന്നുള്ളതല്ല, ഡിസൈൻ ഓരോ ദിവസം ഓരോ വെറൈറ്റി ഡിസൈൻ ഇടുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ഇന്ന് കുറച്ച് വാങ്ങിയ പൂക്കളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസത്തിന് ശേഷം 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമാണ് ശരിക്കും. ഇന്നാണ് നമ്മൾ കുറച്ച് വാങ്ങിയ പൂ യൂസ് ചെയ്യുന്നത്. കാരണം ഈ മനുഷ്യൻ ഉടായിപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ ആദ്യം ഇട്ട പൂക്കൾ മാത്രം പറിച്ചുകൊണ്ട് വന്നു. ഇത് മാത്രം വെച്ചുകൊണ്ട് എന്തായാലും ഒരു കളം കംപ്ലീറ്റ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കുറച്ച് വാങ്ങിയ പൂക്കൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ പരിപാടികൾ. നമ്മൾ കളടുമ്പഴേ ഡിസൈനിൽ തുടങ്ങി ഈ ടാസ്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ വിചാരിക്കണ്ട. എന്നാൽ ഈ നാളെ വേണ്ടി കുറച്ച് പൂക്കൾ ഞാൻ പറിച്ചിട്ടുണ്ട്, അത്യാവശ്യം ഡിസൈനിലുള്ള കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കളം മെഴുകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കളം എങ്ങനെ മെഴുകണമെന്ന്. ഞാൻ ഈ കളം മെഴുകുന്ന നേരത്തിന് മുതലാളി അവിടെ ഇരുന്നുകൊണ്ട് ഉള്ള പൂവെല്ലാം അരിഞ്ഞ് അറേഞ്ച് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഞാനപ്പോഴത്തേക്ക് ഡിസൈനൊക്കെ വരച്ചു. ഇനിയിപ്പോൾ തകർത്തം കിടുകയാണ്. ഇന്ന് തുടങ്ങി നമ്മുടെ അത്തപ്പൂക്കളം ഓരോരോ ഡിസൈനുകളിലാണ് വരാൻ പോണത്. ഈ പറഞ്ഞ പോലെ പൂക്കൾ എവിടുന്ന് എന്നുള്ളതിനകത്ത് കാര്യമില്ല. കാട്ടിൽ നിന്നാകാം, റോട്ടിൽ നിന്നാകാം, വീട്ടിൽ നിന്നാകാം, വെല്ലോൻ്റെ പറമ്പിൽ നിന്നാവാം, അങ്ങനെ എന്തും തന്നെ ആവാം. പക്ഷേ പൂക്കളം ഇനി മുതൽ ഡിസൈൻ ആവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കളം ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സന്താന ഗോപാലൻ എണീറ്റ് വന്നു. മൂത്തവനാണ്, ഇളയൻ അന്നരവും കിടന്നുറങ്ങുകയാണ്. ഈ വോയിസ് ചെയ്യുമ്പോഴും അവൻ കിടന്നുറക്കം തന്നെയാണ്. അപ്പോൾ ഒരുവിധം കിട്ടിയ പൂക്കളെല്ലാം നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ മന്ദാരം പൂത്തിട്ടുണ്ടായി. പക്ഷേങ്കിൽ ഇത്രയും പൂക്കളുള്ളതുകൊണ്ട് അതിനെ വെറുതെ ആ ചെടിയിൽ നിന്ന് പറിച്ച് വേദനിപ്പിക്കേണ്ട വെച്ചിട്ട് ആ ചെടിയിൽ നിന്ന് അതിനെ പറിക്കാൻ നിന്നില്ല. പിന്നെ സൗണ്ട് ഇച്ചിരി പോയത് കാരണം കൊണ്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സൗണ്ട് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ടെങ്കിൽ സോറി പറയണു. പിന്നെ നാളെ തുടങ്ങി നമ്മുടെ വെറൈറ്റി ഡിസൈനുകളൊക്കെ മുട്ടിട്ട് പൂവിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഓറഞ്ച് പൂ നമുക്ക് തികഞ്ഞില്ല. ഞാൻ വീണ്ടും പോയി പൂക്കൾ അരിഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കളം നിറഞ്ഞ് പൂവുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കാക്കപ്പൂവ്, തൊട്ടാവാടിയുടെ പൂവൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ കൈ കിട്ടിയിടത്തൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒക്കെ സൂം ചെയ്ത് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ വ്യക്തമായിട്ടൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കുക. ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് താറാവ് പൂവും പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പൂക്കളെ ഇട്ടിട്ടുള്ളത്. ഇന്നത്തെ പൂക്കളെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് പൂക്കളം ഇടുന്നത്. അങ്ങനെ നമുക്ക് നല്ലൊരു പുതിയ പൂക്കളം കൂടെ ഉണ്ടായി.